കരിവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസിനും ജാമ്യം അനുവദിച്ചു. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് കൊച്ചിയിൽ. ലിഡിയ, വിശദാംശം എന്താണ്? നിഷാദ്, CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ അംഗവുമായ PR അരവിന്ദാക്ഷനും ഒപ്പം ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസിനുമാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ജാമ്യ ഹർജി തള്ളിയിരുന്നു. അതിനുശേഷം രണ്ടാം തവണ ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഇരുവർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഒപ്പം ഇരുവർക്കുമെതിരെ മുൻപ് സമാന കേസുകളില്ലെന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ഉപാധികൾ കൂടി വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് അന്വേഷണത്തോട് സഹകരിക്കണം, EDയോട് സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ED ഈ കള്ളപ്പണ ഇടപാട് കേസിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നാണ് ED കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ ഈ കള്ളപ്പണ ഇടപാടായി ED വ്യാഖ്യാനിക്കുന്നു എന്നുള്ള രീതിയിൽ അരവിന്ദാക്ഷന്റെ ഭാഗത്തു നിന്നും ഒരു എതിർവാദവും ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ED ഇക്കാര്യത്തിലെടുത്ത പൊസിഷൻ എന്തായിരുന്നു? ED ഈ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന കർശന നിലപാട് സ്വീകരിച്ചിരുന്നോ? നിഷാദ്, EDയുടെ ഭാഗത്തു നിന്നും ആദ്യം മുതലേ ഉണ്ടായിരുന്ന നിലപാടെന്ന് പറയുന്നത് ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു വാദങ്ങൾ തന്നെയായിരുന്നു ED ഉന്നയിച്ചത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള പങ്ക് അരവിന്ദാക്ഷന് ഇതിലുണ്ട്. ഒപ്പം CK ജിൽസിനും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഒപ്പം ഇതിൽ ഈ IT അടക്കമുള്ള തെളിവുകൾ സമർപ്പിക്കാൻ ഇത്തരത്തിൽ അവർ തയ്യാറായില്ല. അന്വേഷണത്തോട് ഇവർ സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, ഇവർക്ക് കൃത്യമായിട്ടുള്ള പങ്ക്